പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്നോടൊന്ന് ഫ്രഷായ ശേഷമായിരുന്നു അലോഷയും പൗർണമിയും കൂടി നാട്ടിലേക്ക് വീണ്ടും പുറപ്പെട്ടത്. തനിക്ക് തൻ്റെ വല്യച്ഛനെ കാണുവാനായി ഹോസ്പിറ്റലിൽ പോണോ പൗമി? വേണ്ട, ഞാൻ നാട്ടിലേക്ക് വരുന്ന കാര്യം തൽക്കാലം ആരെയും അറിയിക്കുന്നില്ല. അതെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല, അത് ശരിയാവില്ലെന്ന് തോന്നി, അതാണ്. ആരെങ്കിലും പൗമി കൊച്ചിനെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കുമോ എന്നർത്ഥമാണോ? ഇപ്പം പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവൻ സ്റ്റിയറിങ്ങിൽ താളം അടിച്ചുകൊണ്ട് അവളെ നോക്കി. ആ മുഖത്തൊടുക്കത്തെ ഗൗരവം. എന്നെ ആയാലും ഇതൊക്കെ എല്ലാവരും അറിയേണ്ടതല്ലേ? അപ്പം പിന്നെ ഒരു ദിവസം മുന്നേ ആയാൽ അത്രയും നന്ന്. അവൻ അവളെ ഇളക്കുവാൻ വേണ്ടി പിന്നെയും ഓരോന്ന് പറഞ്ഞു. പക്ഷെ പൗർണമി മൗനം പാലിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് അച്ഛൻ്റെ കോൾ വന്നു. പൗർണമി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ. ആ മോളെ, നീ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ലെന്നേ, ആകെ തിരക്കായിപ്പോയി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞച്ചാ. വല്യച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടെ വന്ന ശേഷം മാറ്റമുണ്ട്. തീരെ വയ്യാണ്ടാണ് കൊണ്ടുവന്നത്. ആ, അമ്മ പറഞ്ഞു. വല്യച്ഛൻ ICUവിലാണോ അച്ഛാ? അതെ മോളെ, എന്തൊക്കെയോ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഭയക്കേണ്ടതായി ഒന്നുമില്ലെന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. ഓ, ആശ്വാസം. അത് കേട്ടാൽ മതി. ചുരുങ്ങിയ നേരം കൊണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു. വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇനി ഒരു ദൈവങ്ങളും ബാക്കിയില്ല. എന്തായാലും ദൈവം കേട്ടല്ലോ. ആ അതേന്നേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ വരണോ അച്ഛാ? ഏയ് വേണ്ട വേണ്ട, നീ ധൃതി വെച്ച് വരുമൊന്നും വേണ്ട. അതും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അലോഷി പാവമാണല്ലോ അല്ലേ മോളെ? അതെ അച്ഛാ, പാവമാ. അവളത് പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് പാളി നോക്കി. ആളിതൊന്നും കേൾക്കാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. അച്ഛനോട് ഇത്തിരി നേരം കൂടി സംസാരിച്ച ശേഷം പൗർണമി ഫോൺ വെച്ചു. നാട്ടിലേക്ക് വരുന്ന കാര്യം ചോദിച്ചപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു? പോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ കൊച്ചേ? ഇപ്പോൾ ഇല്ല, എന്നോട് തിടുക്കപ്പെട്ട് വരണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്തായാലും നമ്മളിപ്പോൾ എറണാകുളം വരെയല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് സാരമില്ല. പിന്നെ നാളെ കാലത്തെ തിരിച്ചു പോരുമല്ലോ. അവൻ പറഞ്ഞപ്പോൾ പൗർണമി തല കുലുക്കി. അലോഷി അവൻ്റെ ഫോണ് പൗർണമിയുടെ നേർക്ക് നീട്ടി. എടി കൊച്ചേ, നീ പപ്പയൊന്ന് വിളിച്ചേ. കാത്തൂൻ്റെ സർജറി കഴിഞ്ഞൊന്നും അറിയില്ലല്ലോ. പോളിൻ്റെ നമ്പറായിരുന്നു കോൾ ലിസ്റ്റിൽ ആദ്യം കിടന്നത്. അതുകൊണ്ട് പൗർണമി പെട്ടെന്ന് അതിലേക്ക് കോൾ ചെയ്തു. കാർ ഓഡിയോ ഓണായിട്ട് കിടക്കുന്നത് കൊണ്ട് ഫോൺ റിങ് ചെയ്യുന്നത് രണ്ടാൾക്കും കേൾക്കാം. ഹലോ അലോഷി, പപ്പയുടെ ശബ്ദം. ആ പപ്പ, എന്തായി കാര്യങ്ങൾ? നടക്കുന്നേ ഉള്ളു മോനെ, ആരെയും വെളിയിലേക്ക് കണ്ടില്ല. ഒരുപാട് നേരമായില്ലേ കൊച്ചിനെ കയറ്റിയിട്ട്? അത് അവർ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ റിക്കവറി റൂമിൽ കിടത്തിയിരിക്കുകയായിരുന്നു. സർജറിക്ക് കയറ്റിയിട്ട് 10-20 മിനിറ്റ് താഴെ ആയിട്ടുള്ളൂ മോനെ. ഓക്കെ, കഴിയുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ പപ്പ. ആ വിളിക്കാം. പൗർണമി കൂടെയില്ലേ മോനെ? ഉണ്ട്, അവൾ അടുത്തുണ്ട്. ആ ശരി മോനെ, വെച്ചേക്കാം. നീ ഡ്രൈവ് ചെയ്യുവല്ലേ, സൂക്ഷിച്ചു വരണം കേട്ടോ. ഓക്കെ പപ്പ. കോൾ കട്ടായി. പൗമി, വിശക്കുന്നുണ്ടോടി കൊച്ചേ? ഇല്ല, ഇച്ചായന് വേണമെങ്കിൽ കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. കുറേ ദൂരം പോകണ്ടേടി, ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഒന്നും വേണ്ടാഞ്ഞിട്ടാ ഇച്ചായ, വിശപ്പ് തോന്നുന്നില്ല. ജ്യൂസ് എന്നതേലും വേണോ നിനക്ക്? വേണ്ട, ഒന്നും വേണ്ട. അവൾ അത് തന്നെ ആവർത്തിച്ചു. നമ്മൾ എപ്പോഴേക്കും അവിടെ എത്തും ഇച്ചായ? വെളുപ്പിന് 2 മണിയെങ്കിലും ആവും കൊച്ചേ. ബസ്സിൽ പോന്നാൽ മതിയായിരുന്നു. അതെന്താ? എനിക്ക് ഈ കാറിൽ വന്നിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഫുഡ് കഴിക്കാഞ്ഞിട്ടടി പെണ്ണേ. നോക്കട്ടെ, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറാം, എന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്ക്. ക്ഷീണമായിപ്പോയാൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോകും കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് തോന്നുന്നതാ. ആ, ഈ തോന്നലാണ് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പൂർത്തിയാകും. അവൻ പറഞ്ഞ് കഴിയും മുന്നേ പൗമി ഉറക്കെ ഓക്കാനിച്ചു. ഈശോയെ, പണി പാളി. അവൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടി ഒതുക്കി നിർത്തി. ഡോർ തുറന്ന് പൗമി പുറത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഡി, സൂക്ഷിച്ചു പോടി, ഇങ്ങനെ ഓടല്ലേ, വണ്ടി വരുന്നതാ. അവനും പിന്നാലെ ഇറങ്ങി. പൗർണമി,
അവൻ മെല്ലെ അവളുടെ പുറത്ത് തടവിയപ്പോൾ പൗർണമി ഒന്ന് നിവർന്നു നിന്നു. വെള്ളം വേണോടി കൊച്ചേ? വേണം. അലോഷി ചോദിച്ചതും അവൾ ദയനീയമായി പറഞ്ഞു. കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അലോഷി മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്തതും പൗർണമി അവനെ കൊല്ലാനുള്ള ഭാവത്തിൽ നോക്കുകയായിരുന്നു. എന്തടി ഉണ്ടക്കണ്ണി ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അലോഷി അവളുടെ അടുത്തേക്ക് വന്ന് വെള്ളം കൊടുത്തുകൊണ്ട് അവളെ നോക്കി. പെട്ടെന്നെങ്ങനെയാ ഈ ബാക്ക് ഡോർ ശരിയായത്? ഇന്നലെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പൗർണമിയുടെ ചോദ്യം കേട്ടപ്പോൾ അലോഷിക്ക് കാര്യം പിടികിട്ടി. മുരളിയേട്ടനെ കൊണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചു. അതിനാണോ നീ ഇങ്ങനെ എന്നെ നോക്കി ദഹിപ്പിച്ചത്? പൗർണമിക്ക് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ അലോഷി അത് കൈകാര്യം ചെയ്തു. വെറുതെ കള്ളം പറയല്ലേ ഇച്ചായ? എന്നെ മുൻപിലിരുത്താനുള്ള നിങ്ങളുടെ തന്ത്രമല്ലായിരുന്നോ? മുഖം കഴുകിയ ശേഷം അല്പം വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് അവൻ അലോഷിയോട് ചോദിച്ചു. ഇതാണ് നിന്റെ കുഴപ്പം. ചങ്ക് പറിച്ച് കാണിച്ചാലും നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. അധികം ഇങ്ങോട്ട് ചങ്ക് പറിച്ചുകൊണ്ട് കാണിക്കാൻ വരണ്ട. അതവിടെ ഇരുന്നോട്ടെ. വേറെ ആർക്കെങ്കിലും ആവശ്യം വരും. അതിന് സാധ്യത കാണുന്നുണ്ട്. അവസാനം നീ മോങ്ങിക്കൊണ്ട് നടന്നു. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു. പൗർണമി ബാക്ക് ഡോർ തുറന്ന് കയറിയപ്പോൾ അലോഷി നിർബന്ധിക്കാനും തുനിഞ്ഞില്ല. കാരണം അവൾ തൻ്റെ ഒപ്പം ഇരിക്കില്ലെന്ന് അവന് വ്യക്തമായി അറിയായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പോകാം. ഇല്ലെങ്കിൽ നാട്ടിലെത്തുമ്പോൾ നിന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വരും. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അലോഷിയുടെ ഫോണിലേക്ക് പപ്പ വിളിച്ചു. സർജറി കഴിഞ്ഞെന്നും കാത്തൂനെ അവരൊക്കെ കണ്ടു, അവൾ ഓക്കെ ആണെന്നുമൊക്കെ പപ്പ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോഷിക്ക് സമാധാനമായതുപോലും. എൻ്റെ മാതാവേ, എന്തോരം ടെൻഷൻ അടിച്ചു. എല്ലാം ഒന്ന് കഴിഞ്ഞല്ലോ, ആശ്വാസം. ഇനി എൻ്റെ കൊച്ചിനെ നീ ഇനി അധികമൊന്നും വേദനിപ്പിക്കല്ലേ. കാറിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന മാതാവിൻ്റെ ചെറിയ രൂപത്തെ നോക്കി അലോഷി ഉറക്കെ പറഞ്ഞു. എനിക്കെൻ്റെ പെങ്ങന്മാരോടുള്ള സ്നേഹം കാണുമ്പോഴേ അവിടെ അമ്മാച്ചന്മാരൊക്കെ പറയും ഇവൻ കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യമാണെന്ന്. സഹോദരിമാരോട് ഇത്രയും കരുതലുള്ളപ്പോൾ കെട്ടിയോളോട് എന്തായിരിക്കുമല്ലേ? അലോഷി മുഖമൊന്ന് ചരിച്ചുകൊണ്ട് പൗർണമിയോടായി പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ. അതിന് നിങ്ങളുടെ സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെ? ഇത്തിരി കുശുമ്പോടെ അവളത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ആട്ടമുണ്ട്. പെണ്ണിനാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇനി റൂട്ടൊക്കെ താൻ ക്ലിയർ ചെയ്തോളാം. സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് അലോഷി വണ്ടി ഓടിച്ചു പോയി. അധികം തിരക്കില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിൽ അവൻ പൗർണമിയെയും കൊണ്ടിറങ്ങി. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നീട് യാത്ര തിരിച്ചത്. അവൻ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പിന് 2 മണി കഴിഞ്ഞു ഇരുവരും എറണാകുളത്തെത്തിയപ്പോൾ. പപ്പയോട് എവിടേക്കാണ് വരേണ്ടതെന്ന് അലോഷി വിളിച്ചു ചോദിച്ചു. പോള് പറഞ്ഞു കൊടുത്തത് പ്രകാരം സർജിക്കൽ ICUവിലേക്ക് അലോഷിയും പൗർണമിയും കൂടി കയറി ചെന്നു. അപ്പോഴും കുറേയേറെ ആളുകൾ ICUവിൻ്റെ വാതിൽക്കലുണ്ട്. പോളും ഭാര്യയും റൂമിലായിരുന്നു. അലോഷി വന്നപ്പോൾ അവർ 2 ആളും കൂടി ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. ക്യാതറിൻ്റെ സഹോദരൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമെന്നും അവളെ കയറ്റി കാണിക്കണമെന്നുമൊക്കെ പോള് നേരത്തെ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കാത്തുവിനെ കാണുവാനായി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അലോഷയും പൗർണമിയും കൂടി കയറി ചെന്നപ്പോൾ ഒരു സിസ്റ്റർ കാത്തുവിൻ്റെ ബെഡ് കാണിച്ചു കൊടുത്തു. കാത്തുവാണെങ്കിൽ മയങ്ങിക്കിടക്കുകയാണ്. അവളോട് കിടപ്പ് കണ്ടതും അലോഷയുടെ മിഴികൾ നിറഞ്ഞു. കൊച്ചേ. അല്പം കുനിഞ്ഞു നിന്ന് അവൻ അവളുടെ കവിളിൽ ഒന്ന് തലോടി. പെട്ടെന്നവൾ കണ്ണു തുറന്നു. ഇച്ചായ? അവൾ മെല്ലെ വിളിച്ചു. വേദനയുണ്ടോടി കൊച്ചേ? കുഴപ്പമില്ല, ഓക്കെയാണ്. അവൾ പിറുപിറുത്തു. പൗമി? കാത്തു വിളിച്ചപ്പോൾ പൗർണമി അലോഷിയുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. എന്നിട്ട് കാത്തുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ഭയങ്കര ക്ഷീണം. മെഡിസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോവാ. ഉറങ്ങിക്കോടി. എല്ലാം കഴിഞ്ഞുല്ലോ. ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ. പൗർണമി പറഞ്ഞപ്പോൾ കാത്തു മെല്ലെ തലകുലുക്കി. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ സിസ്റ്ററോട് പറയണം കേട്ടോ കൊച്ചേ. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ അവർ തരും. ഇച്ചായനിന്ന് പോവോ? പോണം കൊച്ചേ. എന്നടി? ഒന്നുമില്ല, വെറുതെ. സൺഡേ വരാം. അപ്പോഴേക്കും ഡിസ്ചാർജ് ആകുമല്ലോ. മതി കേട്ടോ സംസാരിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. അറിയാലോ, വേറെ ഒരുപാട് പേഷ്യൻ്റ് ഉള്ളതല്ലേ. ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞതും
അലോഷയും പൗർണമിയും കാത്തുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇറങ്ങാൻ നേരവും അലോഷി അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. വാതിൽ കടന്നു വന്ന ശേഷം അലോഷി പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്തു. കണ്ണ് രണ്ടും തുടച്ചു. ഇച്ചായൻ പറഞ്ഞത് സത്യമാണ്. ആൾക്ക് സഹോദരിമാരാണെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. ആ കണ്ണീര് കണ്ടപ്പോൾ പൗർണമിക്കത് മനസ്സിലായി. പപ്പയുടെയും മമ്മിയുടെയും ഒപ്പം അവൻ റൂമിലേക്ക് നടന്നു. പിന്നാലെ പൗർണമിയും. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. കാത്തു ഇളയ ആളായതുകൊണ്ട് അവളെ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത്. അതൊക്കെ പൗർണമിക്കറിയാം. മുന്നോട്ട് നടക്കുമ്പോഴും അലോഷി ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പൗർണമി, അവൻ വിളിച്ചതും അവളൊന്ന് മുഖമുയർത്തി. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. നിനക്ക് കോഫി എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. മോളെ, ആകെ മടുത്തതല്ലേ? വാ, നമുക്ക് പോയി ഒരു കോഫി കുടിക്കാം. മമ്മി അവളുടെ കയ്യിൽ പിടിച്ചു. ആൻറ്റി, ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. വിശപ്പില്ല, അതുകൊണ്ടാ. ആൻറ്റിയല്ല, മമ്മി. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. അവർ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അലോഷി പപ്പയെ ഒന്ന് നോക്കി. ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അയാൾ തൻ്റെ തള്ളവിരൽ അവന് നേരെ ഉയർത്തിയിരുന്നു. അപ്പോഴേക്കും തുടരും.